അതിന്റെ ഒരു ആഴവും എത്രയെന്ന്, ആ ദൗത്യം എത്ര സങ്കീർണമായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. മൊഹ്സിനെയും സലീമിനെയുമാണ്, ഈ പാറയിടുക്കിൽ കുടുങ്ങിയ ആളുകളെയാണ് മുകളിലേക്ക് എത്തിക്കുന്നത്. ആ ദൃശ്യം കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. കാരണം ആദ്യം ഹെലികോപ്റ്റർ അവിടെ എത്തിയിരുന്നു. ഹെലികോപ്റ്റർ വന്ന ശേഷം ആ സ്ഥലമെല്ലാം തന്നെ നിരീക്ഷിച്ചു. ദൗത്യം സങ്കീർണമാകുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം അത് ചെങ്കുത്തായ മലനിരകളുള്ള വലിയ പാറക്കെട്ടുകളുള്ള അങ്ങനത്തെ ഒരു ഭൂമിശാസ്ത്രമുള്ള പ്രദേശമാണ്. കള്ളാടിപ്പുഴയും ചൂരൽമലപ്പുഴയും സംഗമിക്കുന്ന പ്രദേശത്താണ് ഈ രക്ഷാപ്രവർത്തകർ കുടുങ്ങിയത്. മൊഹ്സിനും അതോടൊപ്പം സലീമും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് റഹീസും, അങ്ങനെയായിരുന്നു അവർ കുടുങ്ങിയത്. ആ കുടുങ്ങിയ ശേഷം അവർ ആ വഴി പോയ രക്ഷാപ്രവർത്തകരാണ് ഇവരെ കാണുന്നത്. അങ്ങനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ റെസ്ക്യൂ ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല, ഈ തരത്തിൽ റെസ്ക്യൂ ചെയ്യുക എന്നല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് ബോധ്യപ്പെടുന്നത്. രക്ഷാപ്രവർത്തകർ ആദ്യം ഇറങ്ങി, രഞ്ജിത്ത് ഇസ്രായേലും അതോടൊപ്പം തന്നെ പോലീസിലെ